നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. നാടെങ്ങും അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആഘോഷിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ വിജയോത്സവം 2024 സംഘടിപ്പിച്ചു. ചാലക്കുടി ഉപജില്ലാതല സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂൾ ഗ്രൌണ്ടിൽ ആരംഭിച്ചു. ആനമല റോഡിൽ കാട്ടാന കബാലി ആംബുലൻസ് തടഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. ആളൂർ ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് മാതൃക ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ആളൂർ പ്രസിഡൻസി ഹാളിൽ നടത്തിയ യോഗാ ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് MS വിനയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ധിബിൻ പാപ്പച്ചൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി തിലകൻ, യോഗ ഇൻസ്ട്രക്ടർ VK സുകുമാരൻ, മെഡിക്കൽ ഓഫീസർ AS മാനസ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യോഗ പ്രദർശനവും ഉണ്ടായി. നല്ല ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോൾ തന്നെ ഈ പുതിയ ഭക്ഷണ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് വലിയ വിഭാഗവും ഇപ്പോൾ അടിമപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിരവധിയായിട്ടുള്ള അസുഖങ്ങൾ ഈ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിതം. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല വായനാ പക്ഷാചരണത്തിന്റെ 3ാം ദിവസം അന്താരാഷ്ട്ര യോഗാ ദിനം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിയൻ സുഷമ ടി ശാന്തൻ, തിലകൻ KB എന്നിവർ സംസാരിച്ചു. യോഗ ട്രെയിനർ കൃഷ്ണൻ MM, ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർ അരുൺ IL, മുൻ ഹെഡ്മിസ്റ്റേഴ്സ് ജയന്തി എന്നിവർ സംസാരിച്ചു. കൊടകര ഗേൾസ് ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, PSC പഠന വിഭാഗം അംഗങ്ങൾ, വായനക്കാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികൾ ഗ്രന്ഥശാല സന്ദർശനവും നടത്തി. ഞാൻ ചോദ്യം ചോദിക്കും കേട്ടോ. ചോദ്യം ചോദിക്കുന്ന നമുക്ക് കൂടുതൽ സംസാരിക്കാനും കുട്ടികളായി നിങ്ങൾ അറിയാതെങ്കിലും അതല്ല അറിയാതെ കൈബന്ധിക്കും ഇല്ല. ഇപ്പം തുടർച്ചയായി 10ാം വർഷവും ഫ്ലാഷ് മോബ് യോഗയിലൂടെ നാടുചുറ്റി ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ യോഗ ക്ലബ് RMH സ്കൂളിൽ നടത്തിയ യോഗ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ആളൂർ സബ് ഇൻസ്പെക്ടർ KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MV രാജീവ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റേഴ്സ് ജൂലിൻ ജോസഫ് സ്വാഗതം പറഞ്ഞു. പുൽപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂൾ, ആളൂർ സെന്റ് JB LP സ്കൂൾ, CLP സ്കൂൾ, കൊമ്പടിഞ്ഞമാക്കൽ LF സ്കൂൾ തുടങ്ങി വിവിധ വിദ്യാലയങ്ങളിൽ പ്രദർശന യോഗ നടത്തി. വർഷം മുന്നേ നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ കുടുങ്ങിവെച്ച ഒരു മതസംഭവം തന്നെയാണ് യോഗ. അത് നമ്മൾ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയൊരു പ്രോഡക്റ്റാണ്. ഇതിൽ വലിയൊരു പ്രോഡക്റ്റ് നമ്മൾ ലോകത്തിന് മുന്നിൽ പൂങ്കോത്ര ALP സ്കൂളിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. മനസ്സേ ശാന്തമാകൂ എന്ന സന്ദേശത്തോടെ നടത്തിയ യോഗാ ദിനാചരണം ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂൾ റിട്ടയർഡ് അധ്യാപിക സുഷമ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ഷീജ യോഗയുടെ ആവശ്യകതയെപ്പറ്റി സംസാരിച്ചു. PTA പ്രസിഡന്റ് വിദ്യാപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഇന്ദുജ ടീച്ചർ, ബിന്ദു ടീച്ചർ, പ്രിയ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ വിജയോത്സവം 2024 സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പ്രതിഭകളെ അനുമോദിച്ചു. കവി VKM നന്ദൻ വിശിഷ്ടാതിഥിയായി. കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, PTA പ്രസിഡന്റ് KS സന്തോഷ് കുമാർ, പ്രധാന അധ്യാപിക ജിഷ മാത്യു എന്നിവർ സംസാരിച്ചു. നമ്മൾ നേടുന്ന നേട്ടങ്ങളുടെ എണ്ണം ചിലത് കുറയുന്നുണ്ട്. ഇന്നലെ കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ വിജയോത്സവ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ആ പറഞ്ഞപ്പോൾ കേട്ട വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതവർ പറഞ്ഞേക്കാം, വേണമെങ്കിൽ വീണ്ടും കേൾക്കാം. ഇവിടെ ഇരിക്കുന്ന കുറെ മക്കളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ്. സ്കൂളിനെ അഭിമാന പദത്തിലേക്ക് എത്തിച്ച 10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മറ്റ് കൊച്ചനിയന്മാരെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, വളരെ സന്തോഷം നിറഞ്ഞൊരു വേദിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൊടകര ഗവൺമെൻറ് നാഷണൽ ബോയ്സ് സ്കൂളിൻ്റെ ഓരോ വളർച്ചയുടെ പടവുകളിലും ഞങ്ങൾ നമ്മുടെ സ്കൂളിനെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി. ചാലക്കുടി ഉപജില്ലാതല സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂൾ ഗ്രൌണ്ടിൽ ആരംഭിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ജിഷ മാത്യു അധ്യക്ഷത വഹിച്ചു. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ കായിക അധ്യാപകൻ സജി ജോർജ് സ്വാഗതം ആശംസിച്ചു. ചാലക്കുടി ഉപജില്ലാ വികസന സമിതി ട്രഷറർ ചന്ദ്രൻ, കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് സന്തോഷ് കുമാർ, ചാലക്കുടി സബ് ജില്ലാ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി ജോജു MJ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി സബ് ജില്ലാ ഗെയിംസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി വിസ്മി വർഗീസ് നന്ദി അറിയിച്ചു. നിരവധി വർഷങ്ങളായിട്ട് നമുക്കിവിടെ ഇത് നടത്താറുണ്ട്. ഞാൻ നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അധ്യാപകരുണ്ട് എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചാലക്കുടി ഉപജില്ലയിലെ 16ഓളം സ്കൂളുകളിലെ കുട്ടികളാണ് ഇവിടെ ഫുട്ബോളുമായി മാറ്റുരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ഭാഗ്യമാണ്. ഈ ഭാവി കാലങ്ങളിൽ നിങ്ങളൊക്കെ വലിയ വലിയ കളിക്കാരായിട്ട് മാറുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വലിയ ഇന്റർവ്യൂകളിൽ പറയൂലേ എന്ത് ഞങ്ങൾ കൊടകര. കരുവന്നൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 3 വാഹനങ്ങളിൽ ഇടിച്ച് അപകടം. വെള്ളിയാഴ്ച രാവിലെ 7:30ഓടെയാണ് അപകടം നടന്നത്. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വന്ന അൽ അസ എന്ന സ്വകാര്യ ബസ് കരുവന്നൂർ ചെറിയ പാലത്തിൽ വച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിലും തട്ടിയ ശേഷം എതിരെ വന്നിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ബൈക്ക് യാത്രക്കാരനായ കരുവന്നൂർ തേലപ്പള്ളി സ്വദേശി കൂടാരത്തിൽ ഷൈജുവിന് പരിക്കേറ്റു. ഇയാളെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനമല റോഡിൽ കാട്ടാന കബാലി ആംബുലൻസ് തടഞ്ഞു. കബാലിയുടെ ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ പരിക്കേറ്റ യുവാവുമായി വന്ന പട്ടികവർഗ വകുപ്പിന്റെ ആംബുലൻസ് ആന തടഞ്ഞു. അമ്പലപ്പാറ തൊട്ടാപ്പുര ഭാഗത്ത് വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. കുറച്ചുനേരം റോഡിൽ നിന്ന് മാറാതെ നിന്ന ശേഷം ആംബുലൻസിന്റെ തൊട്ടടുത്തേക്ക് വന്ന ആന റോഡരികിലേക്ക് മാറുകയായിരുന്നു. മലക്കപ്പാറയിൽ നിന്നും പലചരക്ക് സാധനങ്ങൾ വാങ്ങി മുരുകസ്വാമിയും കൂട്ടുകാരനായ സുബ്രനും കൂടി വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ ബുധനാഴ്ച സന്ധ്യയ്ക്ക് 7 മണിയോടെയാണ് ഇവരെ കണ്ട് ആന ആക്രമിക്കാൻ പാഞ്ഞെടുത്തത്. ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുന്നതിനിടെ പാറപ്പുറത്തുനിന്ന് വീണാണ് അടിച്ചിൽ തൊട്ടി ആദിവാസി മേഖലയിലെ മുരുകസ്വാമിക്ക് കാലിന് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെ ടാറ്റ കമ്പനി ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും പരുക്ക് സാരമായതിനാൽ തുടർ ചികിത്സയ്ക്കായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. തിരികെ വരുമ്പോഴാണ് ആന ആംബുലൻസ് തടഞ്ഞത്. മോട്ടോർ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിലെ 2 പേരെ ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം കണിയാപുരം ഗിരിജാഭവനിൽ രഞ്ജിത്ത്, കോട്ടയം മണിമല ഇടയക്കുളത്ത് വീട്ടിൽ വിനോദ് എന്നിവരെയാണ് ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മാസങ്ങൾക്ക് മുൻപ് ശാസ്താംകുന്ന് ക്ഷേത്രത്തിന് സമീപത്തായി OK സ്റ്റോഴ്സ് നടത്തുന്ന ബിന്ദു എന്ന വീട്ടമ്മയുടെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയ ശേഷം കഴുത്തിൽ കിടന്ന 3 പവൻ വരുന്ന മാല പൊട്ടിച്ചെടുത്ത് പ്രതികൾ 2 പേരും മോട്ടോർ ബൈക്കിൽ കടന്നുകളഞ്ഞു. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായ സൂചന ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മറ്റൊരു കേസിൽ അറസ്റ്റിലായ 2 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കടയിലെത്തി തെളിവെടുപ്പ് നടത്തി. വിവിധ സ്റ്റേഷനുകളിലായി നിരവധി മോഷണ കേസുകളിൽ പ്രതികളാണ് ഇരുവരുമെന്ന് പറയുന്നു. SI മധു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണം ഗ്രാമിന് 6640 രൂപ, പവന് 53,120 രൂപ. ചുണ്ടുകളിൽ തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ വെള്ളം ചാരുതയാൽ നിറഞ്ഞു നിൽപ്പൂ സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടെങ്ങും അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആഘോഷിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ വിജയോത്സവം 2024 സംഘടിപ്പിച്ചു. ചാലക്കുടി ഉപജില്ലാതല സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. ആനമല റോഡിൽ കാട്ടാന കബാലി, ആംബുലൻസ് തടഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.